ഇന്ന് നമ്മളിപ്പോൾ കോട്ടിന് കോളർ വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇതുപോലെ കോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്ക് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ ഇതുപോലെ ഇങ്ങനെ ഒപ്പം വയ്ക്കുക. എന്നിട്ട് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 1/4 ഇഞ്ച് കണ്ടോ, ആ 1/4 ഇഞ്ച് വിട്ട് ഇതുപോലെ പിടിക്കുക. കണ്ടോ, തെന്നി മാറി പോകാതെ ഇതുപോലെ ഒപ്പം വെച്ചു കൊടുക്കുക. ഇത് കറക്റ്റ് 7 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നോട്ടിട്ട് കൊടുക്കണം സെൻറ്റർ ഭാഗം. എന്നിട്ട് നമുക്കിനി പേപ്പർ എടുക്കാം. ഇതുപോലത്തെ ക്യാൻവാസ് കിട്ടും. ഇത് ഷർട്ടിൻ്റെയാണ്. ഷർട്ടിന് കോളർ വയ്ക്കുന്ന ക്യാൻവാസാണ്. അപ്പോൾ അതിൽ നമ്മൾ താഴ്ഭാഗം ലെവലായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് 7 ഇഞ്ച്, ഈ അറ്റത്ത് നിന്നും 7 ഇഞ്ച് എവിടെയാണോ അവിടെ ഒന്ന് മടക്കി വയ്ക്കുക. കണ്ടോ, കറക്റ്റിന് മടക്കി വയ്ക്കുക. 7 ഇഞ്ച്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു 3/4 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. ഒരു സ്കെയിൽ വെച്ച് ഇതുപോലൊന്ന് വരയ്ക്കുക. എന്നിട്ട് ഈ ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇവിടുന്ന് 1 ഇഞ്ച് മുകളിൽ നിന്നും താഴേക്ക് അടയാളപ്പെടുത്താം. ഇവിടെ നിന്നും താഴേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തണം. കണ്ടോ, ഒരു എൽ ഷേപ്പ്. അപ്പം ഇവിടെ 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച്. എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്നും ഈ 1 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇടണം. കണ്ടോ, മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നങ്ങോട്ട് ചെരിച്ച് ഇതിലേക്ക് മുട്ടിച്ചു പോകണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്നാണ് കോളർ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് 7 ഇഞ്ച് നമുക്ക് കിട്ടും. കണ്ട, 7 ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു പോലെ രണ്ട് ഷീറ്റായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ പശയുള്ള വശം താഴെ വെച്ച് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഷീറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് 2 പീസ് ഉണ്ട്. ഇനി ഇതിന് 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ, അല്ലെങ്കിൽ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇത് 2 തുണി കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇനി ഇവിടെയും അതുപോലെ തന്നെ തയ്യൽ തുമ്പാണത്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു പീസ് എടുത്തിട്ട് ഈ വലിയ വശം കണ്ടോ, ആ വലിയ വശം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒപ്പം വയ്ക്കുക. ഈ ഭാഗം ഒപ്പം വരണം, ഇവിടെയല്ല, ഈ ഭാഗത്ത്. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അറ്റത്തു നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ക്യാൻവാസിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ മാറിപ്പോകരുത്, ഒപ്പം വയ്ക്കുക. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കണം.
എന്നിട്ട് ഈ എഡ്ജിൻ്റെ ഇവിടെ ഈ കോർണറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് മറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒപ്പം എടുക്കുക. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി ഒപ്പം വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്താം. ഇനി നമ്മൾ തയ്ച്ചു വെച്ച കോട്ട് എടുക്കുക. ഇതിൻ്റെ ഉൾഭാഗത്ത് ഉൾവശം, ഇത് നല്ല വശം, ഉൾഭാഗത്ത് ഇതുപോലെ വയ്ക്കുക. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററും ഇവിടെയും ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കറക്റ്റിന് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തു, ഒന്നില്ലെങ്കിൽ നടുവിലൂടെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടുന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒപ്പം ഒന്നും പിടിക്കരുത്, അപ്പോൾ കൂടുതലായിട്ട് വരും തുണി. അപ്പോൾ വലിക്കാതെ കറക്റ്റിൽ തന്നെ വെച്ച് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം. ഇവിടെ ഈ ഷോൾഡറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, താഴേക്ക് വരുത്തരുത്. ഈ ഭാഗവും ഈ കോർണർ ഈ നോട്ടും കൂടി ഒരുമിച്ച് വരും കറക്റ്റ് ആണെങ്കിൽ. താഴെ ഇതുപോലെ അങ്ങോട്ടേക്ക് തിരിച്ചു വെച്ച് ഇത് രണ്ടും കൂടി ഒപ്പം വയ്ക്കുക. ഇവിടെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇതെടുക്കുക. കോളർ വയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. കറക്റ്റ് ചെയ്താൽ മതി, കണക്കുകൾ കറക്റ്റായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം, തയ്യൽ തുമ്പ്. എന്നിട്ട് ഇത് കവർ ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ തയ്യൽ തുമ്പൊന്നും കാണില്ല. അപ്പോൾ ഇവിടെ കറക്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഈ ഷോൾഡർ കണ്ടോ, ഷോൾഡർ ജോയിൻറ്റ് ചെയ്തത് അവിടെ വരുന്നത് ഏത് വശമാണോ അവിടെ നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് ചെയ്ത് വരാനാണ്. ഈ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ ഇത് വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഒന്ന് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക. സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ടൊന്ന് ഇവിടെ വരെ കുത്തി നിർത്തുക. അതിനുശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഇവിടെ വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ കുത്തി നിർത്തിയിട്ട് ഒന്നുകൂടി തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോയ പോയിന്റില്ലേ, അവിടേക്ക് ഇവിടെ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് അവിടേക്ക് വരിക. കണ്ടോ, എന്നിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ പോയിന്റിലേക്ക് എത്തണം. അപ്പോൾ തയ്യൽ തുമ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ആ തയ്ച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. എന്നിട്ട് കെട്ടിടുക. എന്നിട്ട് ഇതുപോലെ എടുക്കുക. നമ്മൾ കോളർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇത് നമ്മൾ അപ്പം നമ്മുടെ കോളർ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.